ഡാനി ഡൈസിൻ്റെ ഇടയിൽ ഭയങ്കര ഒരു പ്രശ്നം, വലിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? ചിലപ്പോൾ ഡാനീഷ് ഡേയ്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. അവരുടെ ലൈഫിൽ നോർമൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതെല്ലാമാണോ ഒരു ഇവളയാണോ അതെനിക്ക് പറയണമെന്ന് എനിക്ക് ബ്ലാക്ക് മാജിക് ആണോ, ചിലപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവരാണോ, ഇവർ പറയുന്ന പോലെ ഈ ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ അല്ലേ, അതായത് കണ്ണ് തട്ടുക കാര്യങ്ങളൊക്കെ, അത് ഉള്ളതാണെന്ന് ശരിക്കും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് ഫീൽ ആവുക, അങ്ങനെ എടുക്കേണ്ട ഒരു മൂഡില്ലാത്ത അവസ്ഥ പറയില്ലേ. നമുക്ക് വീഡിയോസ് ചെയ്യാനൊന്നൊരു മൈൻഡിൽ മൂഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഗുലറായിട്ട് 2 തവണ 2 ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടീംസായിരുന്നു. പക്ഷേ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഡെയിലി ഒരു വീക്കെൻഡിൽ പോലും ഞങ്ങൾക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിൽ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക് ആണോ അത് കണ്ടിട്ടെന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യത്തിൽ അത് ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് കേട്ടോക്കാം. എന്നൊക്കെ ഒരു ടെൻഷനും ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു കൺസേൺസും ഒരു ഹാപ്പിനെസ്സും ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് പറയുന്ന പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് അഗ്രസീവാണ്, കുറച്ച് ദേഷ്യക്കാരനും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ, അതായത് റിയാലിറ്റി എന്ന് പറയണത് ഈ ഒരു റീൽസിനെ ബേസ് ചെയ്തിട്ടല്ല എന്നുള്ളതാണ് പറയുന്നത്. അവർ വീഡിയോസ് ഇടുമ്പോൾ നമ്മളുടെ വ്യൂ പോയിന്റിൽ ഇവർ ഭയങ്കര സന്തുഷ്ടയാണ്, എന്താ പറയുക, നല്ലൊരു ഹസ്ബൻഡാണ്, ഫുഡ് ഉണ്ടാക്കി തരുന്നു കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹസ്ബൻഡാണ് രീതിക്കാണ് നമ്മൾ വീഡിയോസ് കാണുന്നത്. പക്ഷേ അതൊരു എഡിറ്റഡ് വീഡിയോ ആണ്. അത് നമുക്ക് ആ ഒരു എഡിറ്റഡ് കണ്ടൻറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ഹൈഡ് ചെയ്യാം, കാണിക്കേണ്ടത് കാണിക്കാം രീതിക്കാണ് വീഡിയോസ് നമ്മൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. അതാണ് പുള്ളിക്കാർ ഇവിടെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവര് ഇത്രേ ഉള്ളൂ സംഭവം. ഇവർ പ്രാങ്ക് ചെയ്തതാണ് ആക്ച്വലി. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പ്രാങ്ക് ആണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് കേട്ടോ. അവർ കുറച്ച് ഒരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്തു. അവർ കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവർ തമ്മിൽ കച്ചറ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നു. അത് എന്താ പറയുക, കുറച്ച് വൈറലായി. അവർ എന്നിട്ട് എന്താ ചെയ്തത്, പ്രാങ്കായിട്ട് എന്താ അല്ലേ, അവർ തമ്മിലുള്ളൊരു ഇഷ്യൂ എന്നുള്ള രീതിക്ക് അത് പബ്ലിക്കിലേക്ക് എത്തിക്കുക അല്ലേ. അതൊരു കണ്ടന്റ് ആയിരുന്നു. അത് രണ്ടും പ്ലാൻഡ് ആയിരുന്നു. ഇത് പ്രാങ്ക് ആയാലും ആ വീഡിയോ ആയാലും രണ്ടും ഹസ്ബൻഡും വൈഫും ചേർന്നുള്ളൊരു പ്രാങ്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രാങ്കാണ്. നമുക്ക് ഈ 2 വീഡിയോസും ഇത് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ട് വീഡിയോ ചെയ്തത് അത് ലാസ്റ്റ് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് ദിവസം, അതായത് മിനിഞ്ഞാന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ലാസ്റ്റ് വീഡിയോയുടെ പിന്നാലെ ഇന്നലെയാണ് ആ പ്രാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. രണ്ടും എന്താണ്, പ്ലാൻഡ് ആണ്. ഹസ്ബൻഡിനെ പ്രാങ്ക് ചെയ്തുള്ള രീതിക്കല്ല അത് സംഭവം. രണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടാളും പ്ലാൻ ചെയ്തിട്ട് ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണിത്. അപ്പോൾ തമ്മിൽ കച്ചറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നുള്ള രീതിക്കാണ് ഇവരത് ചെയ്യുന്നത്. ആക്ച്വലി ഞാനും വിചാരിച്ചു കേട്ടോ, ഞാൻ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്, ഇവർ തമ്മിൽ പ്രശ്നം എത്തുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു മനസ്സിൽ എന്താ ഇവരൊക്കെ എങ്ങനെ സുജിൻ കൃഷ്ണൻ്റെ വീഡിയോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് റെഡിയായി, ഇപ്പോൾ റീമാരേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ഫാമിലി, അതുപോലെ തന്നെ പ്രവീണിൻ്റെ ഫാമിലി. അപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ഇത് തന്നെയാണോ അവസ്ഥ എന്ന് ആസ് എ ബിഗിനർ ഞാൻ ചിന്തിച്ചിട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയായിരുന്നു ഞാൻ. ഗുരുവായൂർക്ക് പോകുന്ന ടൈമിൽ ഫോൺ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്, ഇങ്ങോട്ട് വരുന്ന ടൈമിൽ കേട്ടോ. അപ്പോഴാണ് ഈ ഇഷ്യൂ ഞാൻ അറിയുന്നത്. പക്ഷെ റിയാക്ഷൻ വീഡിയോൻ്റെ ബേസിലാണ് ഞാനിത് കാണുന്നത്. അവരുടെ അക്കൗണ്ട് കയറി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അക്കൗണ്ടിൽ കയറി വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവരിത് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് പ്രാങ്കും ഒന്ന് ഈ പ്രശ്നവും പറഞ്ഞിട്ടുള്ള വീഡിയോയും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് രണ്ടും പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.